എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രണവ് പ്രവീൺ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണല്ലേ. ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അവരുടെ ഫാമിലിയിൽ. കാരണം ഒരു ഫാമിലിയിൽ നടക്കുന്ന A to Z കാര്യങ്ങളൊക്കെ അവർ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളെയൊക്കെ കാണിച്ചതിന് ശേഷം ആ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ആളുകൾ അതിൽ ഇടപെടുക അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക എന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്നലെ ഞാൻ ഒരു ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി. അതായത് ഹ്യൂമൻ റൈറ്റ്സിന്റെ എന്തോ ഒരു ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരു ഫേക്ക് കോൾ, സത്യം പറഞ്ഞാൽ അതിനെ ഫേക്ക് കോൾ എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ചൈൽഡ് ലൈനിൽ നിന്നാണെങ്കിലും ഇപ്പൊ വനിതാ കമ്മീഷനിൽ നിന്നൊക്കെ ആണെങ്കിലും ഉള്ള കോളുകൾ ഒരിക്കലും ലീക്ക് ആവത്തില്ല. മാത്രമല്ല ഇത് ഫേക്ക് ആണെന്ന് പറയാനുള്ള കാര്യം, അവർ സംസാരിച്ച ഒരു ശൈലി കണ്ടോ. ഒരാളുടെ ഭാഗത്ത് നിന്നെന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒന്നും അവിടെ ചോദിക്കുന്നില്ല. എന്തൊക്കെയോ ഇങ്ങനെ അയൽവക്കക്കാര് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചോദിക്കത്തില്ലേ, അതുപോലെ വളരെ സാധൂകരിച്ചുള്ള രീതിയിലുള്ള സംസാരങ്ങൾ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ എങ്ങനെ ഇടിച്ച് നന്നായിട്ട് പറയിപ്പിക്കണോ? അങ്ങനെയല്ല. ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ആരായുമ്പോൾ അതിനൊരു സീരിയസ്നെസ് ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ മസ്റ്റായിട്ടും ചോദിച്ചിരിക്കണം. അത് വ്യക്തമായും ആ വ്യക്തികളോടായിരിക്കണം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അതായത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സംഘടന ഇടപെട്ടതിന്റെ പിന്നിൽ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ ഗർഭിണിയായിരുന്നു, അവൾക്ക് ഇടി കിട്ടിയിട്ടുണ്ടെന്ന് അവൾ പറയുന്ന വീഡിയോയിലൂടെ. അതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് മൃദുലയോട് സംസാരിക്കണ്ടേ? അതായത് ആ വീട്ടിലെ ചെറുപ്പക്കാരായ 2 ആൺമക്കളോട് മാത്രമാണ് സംസാരിക്കുന്നത്. പ്രണവിനോടും പ്രവീണിനോടും മാത്രം സംസാരിക്കുന്നു. പ്രണവിന്റെ കാര്യങ്ങൾ കേട്ട് ഓക്കെ പറയുന്നു. പ്രവീണിനോട് എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതില് മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ് അവളുടെ ഗർഭാവസ്ഥയിൽ പൂർണ്ണ വളർച്ച എത്തിയ കുട്ടി അവളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു മൊമെന്റിൽ അവൾക്ക് അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാളുടെ ഭർത്തൃ സഹോദരന്റെ കയ്യിൽ നിന്നും അടി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തള്ളൽ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവൾ ആ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പം ആ പെൺകുട്ടിയോട് സംസാരിക്കണ്ടേ? രണ്ടാമത്തെ കാര്യം, ഈ പ്രണവ് എന്ന് പറയുന്ന ഇളയ പയ്യനോടാണോ ആ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്? ആ വീട്ടിലെ ഒരു പിതാവുണ്ട്, ആ മാതാവുണ്ട്, അമ്മയുണ്ട്. അമ്മയോട് കാര്യങ്ങൾ ആരായാം. പക്ഷെ അമ്മയോടൊന്നും സംസാരിക്കാതെ ചെറുപ്പക്കാരായിട്ടുള്ള ഈ വ്യക്തികൾ പറയുന്ന സഹോദരന്മാരാണ്, വാശിക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാനുള്ള കാര്യമുണ്ട്. അതായത് സീരിയസ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളൊന്നും അവരുടെ വായിൽ നിന്ന് കിട്ടാൻ ഇടയില്ല. അപ്പോ മൃദുലയോട് സംസാരിക്കാതെ, ആ വീട്ടിലെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാതെ ചുമ്മാതെ ഈ പിള്ളേരെ വിളിച്ചിട്ട്, ചെറുക്കന്മാരെ വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു, വെക്കുന്നു. ആ ചാനലിന് റീച്ച് കിട്ടുക, ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഒരു കുടുംബത്തെ അപമാനിച്ചിട്ടാണെങ്കിലും ആ ചാനലിന് റീച്ച് കിട്ടുക എന്നൊരു സംഭവമാണ് അവിടെ കാണാനിടയായത്. ശരിക്കും ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഇതുപോലുള്ള സംഘടനകളിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടായിരിക്കും അവർ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. പണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ഹലോ ഗുഡ് ഈവനിങ്, ആൾക്കാരുമായിട്ട് ഒരു ചിറ്റ് ചാറ്റ് ഷോ ആണ്. അവർ വിളിക്കും, കാര്യങ്ങൾ സംസാരിക്കും. അതുപോലെ വളരെ സിമ്പിൾ ആൻഡ് സില്ലി ആയിട്ടൊരു ഫോൺ കോൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് അത് ലീക്ക് ചെയ്ത് വിടുക, അതായത് അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് മിസ്റ്റേക്ക് ആണോ ഉണ്ടായത് അത് ഒട്ടും ഒരു ബീപ്പ് സൗണ്ട് പോലും ഒന്ന് മ്യൂട്ട് ചെയ്യുക പോലും ചെയ്യാതെ അങ്ങനെ തന്നെ പുറത്തേക്ക് വിട്ടിട്ട്, കണ്ടോ ഇതാണ് കാര്യം എന്നൊരു സംഭവം അവിടെ ഇങ്ങനെ അങ്ങ് പതിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ, പബ്ലിക്കിനോട് ഇതാണ് സംഭവം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മുദ്ര വെച്ച് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമായിരുന്നു. അതൊട്ടും റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.